ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വാഗബോണ്ടിൻ്റെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 19, 20, 21 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയങ്ങളായ നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ആ കാക്കക്കൂട്ടത്തിന്റെ കരച്ചിൽ ശ്രദ്ധിച്ച് കേൾക്ക്. മരിക്കുകയെന്ന് നിന്നോട് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത് പോലെയുണ്ട് അല്ലേ ടക്കേസോ? അപ്പോൾ നിനക്ക് അന്തസ്സുള്ള വളരെ ആദരവോടുകൂടി ഒരു മരണം വേണം അല്ലേ? ഒരു വാരിയറിന്റെ മരണം പോലെ. നീ ഭയങ്കര സ്വാർത്ഥനാണ് ടക്കേസോ. നീ കൊന്നു തള്ളിയ ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒരു ജീവിതം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ജീവിതം എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞതായിരുന്നോ എന്നുള്ളത് വിഷയമല്ല. അവരോരോരുത്തരും ഈ ലോകത്തേക്ക് ജനിച്ചു വീണ് ഇവിടെ തന്നെ വളർന്നു വന്നവരാണ്, നമ്മളെല്ലാം പോലെ. അതിൽ കുറച്ചു പേർക്ക് ഒരു കുടുംബം ഉണ്ടായിരുന്നു, മറ്റു ചിലർ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരായിരുന്നു, ചിലർക്ക് കൊച്ചു കുട്ടികളുണ്ടായിരുന്നു, ചിലരുടെയൊക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നതായിരിക്കാം, മറ്റു ചിലർക്ക് വളർത്തുമൃഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ജീവിതത്തെപ്പറ്റി ഉയർന്ന പ്രതീക്ഷകളും വലിയ വലിയ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. ജീവിതത്തിൽ യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നിരിക്കാം. ഇങ്ങനെ അവർക്കുള്ളതെല്ലാം അവസാനിപ്പിച്ച് കളഞ്ഞവനാണ് ടക്കേസോ നീ അവരെ കൊന്നു കളഞ്ഞു. ഇങ്ങനെ ഒരുപാട് പേരെ നിനക്ക് തോന്നിയതുപോലെ കൊന്നൊടുക്കിയിട്ട് ഇപ്പോൾ നിന്റെ മരണം എങ്ങനെ വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ഇപ്പോൾ അവൻ കൊന്നു കളഞ്ഞ ആൾക്കാരെല്ലാം അവന്റെ താഴെ കൂട്ടം കൂടി നിൽക്കുന്നതായിട്ട് ടക്കേസോയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ്. അവരിൽ കുറച്ചു പേര് അവന്റെ കയറ് മുറിക്കുന്നുണ്ട്. അവൻ കയറ് പൊട്ടി ആ കൂട്ടത്തിനിടയിലേക്ക് വീഴുമ്പോഴേക്ക് ആൾക്കാരെല്ലാം കൂടെ അവനെ പൊതിയുകയാണ്. അപ്പോൾ ഇങ്ങനെ പലവിധ ചിന്തകൾ ടക്കേസോയുടെ മനസ്സിൽ കൂടെ പോവാണ് ഈ ടക്വാൻ പറയുന്നത് കേൾക്കുമ്പോൾ. ഇപ്പോൾ ടക്വാൻ വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്, നിനക്കൊരു ആദരപൂർവമായ മരണം വേണം അല്ലേ? നീ ആരാണെന്നാണ് ടക്കേസോ നിന്റെ വിചാരം? നിന്റെ നിലനിൽപ്പിന് വേണ്ടി എത്ര പേരുടെ ജീവൻ എടുക്കാനും നിനക്കൊരു മടിയുമില്ല. എന്നിട്ടിപ്പോ നിനക്ക് ആദരവോടെ മരിക്കണം അല്ലേ? നീ വെറും ഒരു സ്വാർത്ഥനാണ്. നല്ല മഴ, സൂര്യന്റെ ചൂടേറ്റ് ഇവിടെ കിടന്ന് പെട്ടെന്ന് മരിക്കാൻ പോലും ദൈവങ്ങൾ നിന്നെ അനുവദിക്കുന്നില്ലല്ലോ. അവരത്ര പെട്ടെന്ന് നിനക്ക് മാപ്പ് നൽകില്ല. ഇപ്പോൾ നോക്കിയാൽ ടക്കേസോ വീണ്ടും ഒരു പഴയ ഓർമ്മയിലേക്ക് പോവാണ്. ഇപ്പോൾ ടക്കേസോ പറയുന്നത് നമുക്ക് കേൾക്കാം. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തനായ മനുഷ്യനാകണം, തുല്യരായ എതിരാളികൾ ഇല്ലാത്ത ഒരാളാകണം. ഇപ്പം നോക്കിയാൽ അത് പണ്ട് അവൻ്റെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ അവൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഓഹോ അങ്ങനെയാണോ, നിനക്കും അതാണോ ആഗ്രഹം? എങ്കിൽ ആ വാള് കയ്യിലെടുക്ക്. എന്തേ എടുക്കുന്നില്ലേ? എന്നെ നിനക്ക് വെട്ടിവീഴ്ത്താൻ കഴിയും എന്ന് നീ കരുതുന്നുണ്ടോ? ഇപ്പോൾ നോക്കിയാൽ ടക്കേസോ പുള്ളിയുടെ മുന്നിൽ നിൽക്കുകയാണ്. അവൻ ആ വാള് കയ്യിലെടുത്തിട്ടുണ്ട്. ഞാനതിന് അച്ഛനെ വെട്ടിവീഴ്ത്തുമെന്ന് പറഞ്ഞില്ലല്ലോ. അതിലൊന്നും കാര്യമില്ല. സൂര്യന് ചുവട്ടിലെ ഏറ്റവും കരുത്തനായി ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാകാറില്ല. ആ വാൾ ഉറയിൽ നിന്ന് പുറത്തെടുക്ക്. ഈ ഷിൻമൻ മുനിസായിയുടെ രക്തം തന്നെയാണ് നിന്റെ ശരീരത്തിലൂടെയും ഓടുന്നത്. ഉറപ്പായിട്ടും നീ കരുത്തനാകും, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പോകെ പോകെ നീ എനിക്കൊരു ഭീഷണിയായി വളരും. അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ കൊല്ലട്ടെ. നീ നിന്നിടത്തുനിന്ന് ഒരടി പോലും അനങ്ങിയില്ല. ഇപ്പോൾ പെട്ടെന്ന് നീ വാള് വീശി ആ ഭയത്തിൽ അവൻ്റെ മൂത്രം പോയിട്ടുണ്ട്. പക്ഷേ ടക്കേസോ അവിടെ അനങ്ങാതിങ്ങനെ നിൽക്കുകയാണ്. നിന്നെ എല്ലാവരും ചെകുത്താൻ്റെ സന്തതി എന്ന് വിളിക്കുന്നതിൽ ഒരത്ഭുതവുമില്ല. ഇപ്പോൾ ഈ കാക്കകളെല്ലാം കൂട്ടത്തോടെ പറന്നുപോയത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ടക്കേസോയെ തൂക്കിയിട്ടിരിക്കുന്ന മരത്തിന്റെ മുകളിൽ ഇപ്പോൾ സുജിക്കാസെ കൊഹൈ വന്നിങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ഇത്രയും നാളായി കെട്ടിത്തൂക്കിയിട്ടിട്ടും നീ എങ്ങനെയാണ് ടക്കേസോ ഇപ്പോഴും ജീവനോടുകൂടി ഇരിക്കുന്നത്? സുജിക്കാസെ കൊഹൈ. ഇപ്പോൾ ഈ മരത്തിന് മുകളിൽ നിൽക്കുന്ന കൊഹൈ പറയുന്നുണ്ട്, പെയ്യുന്ന മഴയെല്ലാം നനഞ്ഞും പിന്നെ ഈ സൂര്യന്റെ കനത്ത വെയിലടിച്ച് തളർന്നുമാണ് നീ ഇപ്പോൾ ഉള്ളത്. മൂത്രം വരെ നിന്റെ കാലിൽ ഉണങ്ങി പറ്റി പിടിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ട് നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. നിനക്കെന്തോ വലിയ ലക്ഷ്യം നിറവേറ്റാനുണ്ടെന്നുള്ള ലക്ഷണത്തോടെ നീ ഇങ്ങനെ ചാകാതെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുക. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും നിന്റെ അവസ്ഥ കൂടുതലും മോശവും കഷ്ടവുമായിക്കൊണ്ടിരിക്കുക. ഈ എല്ലാവരും പറയുന്നത് പോലെ സ്വർഗവും നരകവും ഒക്കെ ശരിക്കുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരു കൊലയാളി ഉറപ്പായും ശപിക്കപ്പെട്ടവനായിരിക്കണം. എനിക്ക് വിധിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും നരകം തന്നെയായിരിക്കും.
അങ്ങനെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരുമായി ഇരുണ്ട സ്ഥലത്തേക്കാണ് മരിച്ച ശേഷം എത്താൻ പോവുക എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ ചോരയിൽ കുളിപ്പിച്ചൊരു യാത്രയയപ്പ് നൽകി അങ്ങോട്ടേക്ക് വിടാം. ഇപ്പോൾ ഉടൻ തന്നെ കൊഹയ്ക്ക് ആരുടെയോ ഇൻസൈൻ ആയിട്ടുള്ള ഒരു ഓറയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് കിട്ടി അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവന്റെ പുറകിൽ നിൽക്കുന്നത് നമ്മുടെ ടക്വാനാണ്. ഇപ്പോൾ അവിടെ വീണ് കിടക്കുന്ന ടക്കേസോയുടെ മുന്നിൽ ടക്വാൻ ഇങ്ങനെ നിൽക്കുകയാണ്. കൊഹയാണെങ്കിൽ ടക്വാൻ വന്നപ്പോൾ തന്നെ സ്ഥലം വിട്ടിട്ടുണ്ട്. അയാൾ ഒരു ആയുധത്തിന്റെ സഹായം പോലും ഇല്ലാതെ ജസ്റ്റ് മൈൻഡ് വെച്ച് എന്നെ വെട്ടി താഴെ ഇട്ടു. ശരിക്കും ആരാണ് അയാള്? വെറൊരു സന്യാസി? അയാൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. അടുത്ത ദിവസവും രാവിലെ പതിവ് പോലെ ഒസുഗി ടക്കേസോയെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇതെന്തു പറ്റി? കാക്കക്കൂട്ടത്തെ ഒന്നും ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. ഇപ്പോൾ ടക്കേസോയെ കെട്ടിയിട്ടിരുന്ന ആ മരത്തില് വെറും ഒരു കയറ് മാത്രം തൂങ്ങി കിടക്കുന്ന കണ്ടിട്ട് ഒസുഗി ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കുന്നുണ്ട്. ഹേ ടക്വാൻ! അമ്മൂമ്മേ നിങ്ങളോ? ടക്വാൻ എവിടെ? അതേപോലെ ആ ഒത്സു എവിടെ? ഒത്സു! അമ്മൂമ്മ അത് പിന്നെ അമ്മൂമ്മ നിക്കേ. അവൻ ഇനി ചത്തുപോയി കാണുമോ? ടക്കേസോ അവൻ ചത്തുപോയി കാണുമോ? ഇല്ല, ആ പിടിവാശി പിടിച്ച മൊരട്ട് കാളെ അങ്ങനെ പെട്ടെന്നൊന്നും ചാവൂല. ഇനി അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി കാണുമോ? ഇപ്പോൾ ഒസുഗി അടുത്തൊരു കതവ് തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ മുറിയിലാണ് നമ്മുടെ ഒത്സു ഉള്ളത്. അവൾ അവിടെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഈ തള്ളയ്ക്ക് ആ മുറി തുറക്കാൻ പറ്റുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ ആ പ്രീസ്റ്റ് ഉണ്ടല്ലോ, അങ്ങേര് വരുന്നുണ്ട്. എന്താ അമ്മൂമ്മ, എന്താ പ്രശ്നം? നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന്. ആ ടക്കേസോ എവിടെ? നിങ്ങളിനി അവനെ അഴിച്ചു വിട്ടൊന്നും അല്ലല്ലോ അല്ലേ? വാ തുറന്ന് പറയേ. ടക്കേസോ മരിച്ചുപോയി. അവനെ കെട്ടിയിട്ടിരുന്ന കയർ പൊട്ടി അവൻ താഴേക്ക് വീണു. തല വന്ന് തറയിൽ നല്ല ശക്തിയിലാണ് ഇടിച്ചത്. ആളപ്പം തന്നെ മരിച്ചു. കെട്ടിയിട്ടിരുന്ന കയർ പൊട്ടിയല്ലേ? അതെ, ഇതിപ്പോ കുറെ ദിവസമായില്ലേ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. ആകെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ചിലപ്പോ ആ തൂങ്ങിക്കിടന്ന സമയം തന്നെ മരിച്ചു പോയതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവന്റെ ബോഡി എവിടെ? അത് ഹിമേജി കൊട്ടാരത്തില്. അവന്റെ ബോഡി അപ്പോൾ തന്നെ ഹിമേജി കൊട്ടാരത്തിലെ പ്രഭുവായിട്ടുള്ള ഐക്കേഡ തെരുമാസയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവനൊരു പിടികിട്ടാപ്പുള്ളി ആയിരുന്നല്ലോ, അപ്പോൾ അങ്ങനല്ലേ അതിന്റെ നടപടി. എല്ലാം ടക്വാൻ എഴുതി പഠിപ്പിച്ചു തന്ന സ്ക്രിപ്റ്റിലെ പോലെ അങ്ങ് പറയുക അല്ലേ. തള്ളയ്ക്ക് കാഞ്ഞ ബുദ്ധിയാണ് കേട്ടോ ഗൈസ്. കാര്യം ആ കയറ് നാച്ചുറലായിട്ട് പൊട്ടിയതല്ല, ആരോ വാളുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് വെട്ടിയതാണെന്ന് തള്ള ഒറ്റ നോട്ടത്തിൽ പിടിക്കുന്നുണ്ട്. അവരിപ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട്, കയറ് പൊട്ടി വീണെന്ന് അല്ലേ? ഞാൻ എന്താടാ കണ്ണു പൊട്ടിയാണെന്നാണോ നിന്റെയൊക്കെ വിചാരം? നിന്റെയൊക്കെ പ്ലാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ടക്കേസോയുടെ ശവശരീരം കാണാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് അവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് കൊണ്ടാ. അവരവനെ ഇവിടുന്ന് രക്ഷിച്ച് പറഞ്ഞു വിട്ടു. അതുങ്ങൾ രണ്ടെണ്ണം, ആ ടക്വാനും പിന്നെ ഒത്സുവും. ടക്കേസോ നിനക്കൊടുക്കത്തെ ഭാരമാണ് കേട്ടോ. എവിടെ കിടന്ന് മരിക്കണമെന്ന് തീരുമാനിക്കാൻ ഞാൻ നിനക്ക് അനുവാദം തരാം എന്നും പറഞ്ഞുകൊണ്ട് ടക്കേസോയെയും ചുമലിലിട്ടുകൊണ്ട് കാട്ടിലൂടെ പോകുന്ന ടക്വാനെ കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഇപ്പോൾ ടക്കേസോ മരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത സ്പോട്ടിൽ ടക്വാൻ അവനെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അവന് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടക്വാൻ ഇങ്ങനെ പറയുകയാണ്, അപ്പോൾ ഇവിടെയാണ് നിന്റെ ഈ ജീവിതം അവസാനിക്കാൻ പോകുന്നത്. ടക്കേസോ, നീ നല്ല ഒരു സ്ഥലം തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ മിയാമോട്ടോ ഗ്രാമത്തിന്റെ ഒരു നല്ല വ്യൂ കാണാം. ഇപ്പം നോക്കിയാൽ ഇത് കുട്ടിക്കാലത്ത് ടക്കേസോ വന്നിരിക്കാറുള്ള ഒരു സ്പോട്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ടക്വാൻ ഇങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ മിയാമോട്ടോ ഗ്രാമത്തിൽ നിന്നുള്ള വെള്ളം വളരെ നല്ലതാണ്. അത് നിന്റെ ഈ ശോഷിച്ച ശരീരത്തിനെ ഒന്ന് റീഫ്രഷ് ചെയ്യും. എന്നെ ഒന്ന് കൊല്ല് എന്നിപ്പോൾ ടക്കേസോ പറയുന്നുണ്ട്. നിന്റെ ശബ്ദം തിരിച്ചു വന്നല്ലോ. പക്ഷെ നീ ഇപ്പോൾ പറഞ്ഞത് അങ്ങോട്ട് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. എന്താ നീ ഇപ്പോൾ പറഞ്ഞേ? എന്നെ ഒന്ന് കൊല്ലടോ പരട്ട സന്യാസി. അതാണോ അപ്പം നിന്റെ ആഗ്രഹം? അല്ലാതെ എനിക്കിപ്പോൾ വേറെ എന്താഗ്രഹം ഉണ്ടാവാനാ? നിന്റെ മുഖത്താകെ ഒരു കറുത്ത നിഴൽ പടർന്നിട്ടുണ്ട് ടക്കേസോ. നിന്റെ കണ്ണുകൾ വളരെ ഇരുണ്ടിരിക്കുന്നു. നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും വേദനയും എല്ലാം അതിലൂടെ കാണാൻ കഴിയും. ഇങ്ങേരുടെ ഈ കൊണ കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലെന്ന് ടക്കേസോ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ടക്വാൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഒരുപാട് പേരെ വെട്ടി വീഴ്ത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ നീയും വെട്ടുകൊണ്ട് വീഴാനായിട്ട് പോകുന്നു. അതായിരുന്നോ നിനക്ക് വേണ്ടിയിരുന്നത്? അതെ, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. അപ്പം നീ നിന്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ട് ആസ്വദിച്ച് തീർത്തിട്ടുണ്ടാവണമല്ലോ അല്ലേ ടക്കേസോ? പിന്നെ എന്തുകൊണ്ടാ നീ ചിരിക്കാത്തത്? നീ സന്തോഷിക്കടാ. കാര്യം ജീവിതത്തിലെ എല്ലാ പർപ്പസും തീർത്തിട്ട് നീ ഇപ്പോൾ ഒടുവിൽ മരിക്കാനായിട്ട് പോവാ. നീ ഈ ലോകത്തോട് മുഴുവൻ അഭിമാനത്തോടെ പോയി വിളിച്ചു പറയേ. അതായത്, ഞാൻ എനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും വെട്ടിക്കൊന്നു. ഇപ്പം ഞാൻ ഈ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ നീ നശിച്ച സന്യാസിയുടെ കൈകൊണ്ട് ചാവാൻ പോവാ. എന്റെ ജീവിതം ഞാൻ ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെയൊക്കെ ജീവിച്ചു തീർത്തു. എന്റെ ഈ മനോഹരമായ ജീവിതം, ഇതാണ് എന്റെ ജീവിതം. എനിക്ക് മുഴുവനായിട്ട് സംതൃപ്തി തന്ന ജീവിതം. പറയടാ, ഇങ്ങനെയൊക്കെ പറയേ. ഇതൊന്ന് നിർത്തിയിട്ട് എന്റെ ഈ ജീവൻ ഒന്ന് അവസാനിപ്പിച്ചതാ. നീ ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ പറയടാ.
നീ തീർന്നടാ, നീ ചാകാൻ പോവാ. നിന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ നീ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് നീ ഈ ലോകത്തോട് വിളിച്ചു പറയടാ മണ്ട. ഇപ്പൊ ഈ ഇടിയെല്ലാം കൊണ്ടിട്ട് ടക്കേസോ ഇയാളോട് ചോദിക്കുന്നുണ്ട്, താൻ ശരിക്കും ഒരു സന്യാസി തന്നെ ആണോടോ എന്ന്. അല്ലടാ, ഒരു സന്യാസി എന്ന നിലയിൽ ഞാൻ പരാജയമാണ്. ഇപ്പോൾ ടക്കേസോയെ ആകെ ഇടിച്ച് റൊട്ടിയാക്കിയിട്ട് ടക്വാൻ അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ടക്കേസോ ആണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് അവൻ്റെ തല ആ കല്ലിലേക്ക് സ്വയം കൊണ്ടുപോയി ഇടിക്കുകയാണ്. എന്തിനാ ഞാൻ ഈ ലോകത്ത് ജനിച്ചത്? ഉപേക്ഷിക്കപ്പെടാനും ഒഴിവാക്കപ്പെടാനും പിന്നെ എല്ലാവരും ഭയപ്പെടുകയും വെറുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാവാനും ആയിരുന്നെങ്കിൽ ഞാൻ എന്തിനാ ജനിച്ചത്? എന്നെ കൊല്ല്, എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്ക്. ഞാനൊരു ചെകുത്താന്റെ സന്തതിയാണ്, മരിക്കാൻ ഞാൻ അർഹനാണ്. എന്തിനാ ഇങ്ങനെ ഒരു ജന്മം? ഇപ്പോൾ ടക്കേസോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തല ആ കല്ലിൽ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ടക്വാൻ ഇങ്ങനെ വന്ന് പുള്ളിയുടെ കൈ കൊണ്ട് അവന്റെ തല തടയുന്നുണ്ട്. നീ നിന്റെ ജീവിതം ഇങ്ങനെ എറിഞ്ഞു കളയാൻ പോവുകയാണോ ടക്കേസോ? ഇങ്ങനെയെല്ലാം നിനക്കങ്ങ് എറിഞ്ഞു കളയാൻ സാധിക്കുമോ? എങ്കിൽ നീ ഇതുവരെ ജീവിച്ച ജീവിതം, ഇതുവരെയുള്ള ആ ടക്കേസോയെ നിനക്ക് ഇങ്ങനെ എറിഞ്ഞു കളയാൻ സാധിക്കുമോ? അത് ശരിക്കും വെർത്തായ ഒരു ജീവിതമായിരുന്നോ? അങ്ങനെ കൊല്ലും കൊലയും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം അതൊരു മാന്യമായ ജീവിതമാണോ ടക്കേസോ? അല്ല, ആ ജീവിതം അത് നിനക്ക് പറഞ്ഞിട്ടുള്ളതായിരുന്നില്ല. ഇത് സത്യമാണോ ടക്വാൻ? എനിക്ക് ജീവിക്കാൻ അർഹതയുണ്ടോ? ഇപ്പോൾ നോക്കിയ ടക്വാനാണെങ്കിൽ വാളെടുത്തിട്ട് ടക്കേസോയുടെ കെട്ടെല്ലാം അഴിച്ചു വിടുകയാണ്. ഇരുട്ടെന്താണെന്നറിയാത്തവർക്ക് ഒരിക്കലും വെളിച്ചത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടില്ല. അതായത് ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന, കഷ്ടതയും പെയിനും ഒക്കെ നല്ലപോലെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ യഥാർത്ഥ സന്തോഷം, വിജയം ഒക്കെ കൈവരിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ അടിച്ച ഡയലോഗ് കിടിലമായിട്ടുണ്ടല്ലോ എന്ന് ടക്വാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ടക്കേസോയുടെ നെറ്റിയിലെ ആ മുറിവിലെ ഒരു തുണിയൊക്കെ കെട്ടി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ആ കാട്ടിലൂടെ ആരോ ടക്കേസോ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ അവർ പെട്ടെന്ന് ആ ശബ്ദം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ടക്വാൻ വീണ്ടും പറയുന്നുണ്ട്, നീ മുന്നോട്ട് ജീവിക്കൂ ടക്കേസോ. ജീവിതത്തിൽ എത്ര ഇരുണ്ട സാഹചര്യങ്ങൾ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്ത് നീ മുന്നോട്ട് പോകണം. വെളിച്ചം നിന്റെ വഴിയെ വരിക തന്നെ ചെയ്യും. ഇപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്, ആ ടക്കേസോ എന്ന് വിളിച്ചുകൊണ്ട് കാട്ടിലൂടെ ഓടി വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഒറ്റ്സുവാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. വോളിയം 2 അവസാനിക്കുകയാണ്. അതേപോലെ തന്നെ ടക്കേസോ ആർക്കും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് നൽകുക. നിങ്ങൾ വൺ പീസിനൊക്കെ നൽകുന്ന പോലെ അത്ര വലിയൊരു സപ്പോർട്ട് വാഗബോണ്ടിന് തരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീഡിയോസ് ചെയ്യാനായിട്ട് അതൊരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ മാക്സിമം ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് താഴെ രേഖപ്പെടുത്താനും മറക്കണ്ട. വോളിയം 3 എക്സ്പ്ലനേഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.